രാവിലെ തന്നെ അടുപ്പും തീയും ഒത്തിരി ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമായിരിക്കുമല്ലോ പൊങ്കാല ഇടുവന്ന്. അപ്പോൾ രാവിലെ തന്നെ പൊങ്കാല ഇടാനായിട്ട് ഇത് സൂര്യഭഗവാനുള്ള പൊങ്കാലയാണേ. അപ്പോൾ ഇത് രാവിലെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് എല്ലാം സെറ്റാക്കി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പൊങ്കാല ഇട്ട് കഴിയണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പൊങ്കാല ഇടാനായിട്ട് പോയി. ഈ പ്രാവശ്യം തീരെ ആൾ കുറവായിരുന്നു കേട്ടോ. ആൾ കുറവെന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു പൊങ്കാലയുടെ കാര്യം ഈ പ്രാവശ്യം ആരും പറഞ്ഞൊന്നുമില്ല. ഇത് ദേവസ്വത്തിൻ്റെ അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ അത് ഇങ്ങനെ എന്നതാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഈ പൊങ്കാലയുടെ വീഡിയോ തന്നെ ഇപ്പോൾ കുറേ പ്രാവശ്യം കൊണ്ട് എല്ലാ വർഷവും ഇടുന്നുണ്ട്. ആ പ്രാവശ്യം എല്ലാം പറയും ഞങ്ങളുടെ അമ്പലം പണിയുന്നത്. പക്ഷേ അമ്പലം പണിയും കാര്യങ്ങളും ഒന്നും നടക്കുന്നൊന്നുമില്ല. ഇങ്ങനെ വെച്ചാൽ വലിയ ആളൊന്നും ഇവിടെ അങ്ങനെ വരത്തില്ല. വെച്ചാൽ കൃത്യസമയത്തൊരു പൂജയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചില സമയം നമ്മൾ വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അമ്പലം അടച്ച് കിടക്കുന്ന കാണുന്നത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇടയ്ക്കൊക്കെ വരും. പിന്നെ എന്തായാലും ഈ പൊങ്കാല സമയത്ത് എല്ലാവരും വന്ന് പൊങ്കാലയൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം തീരെ ആൾ കുറവായിരുന്നു. എനിക്കൊന്നൊരു 50 പേര് കഷ്ടി കാണും, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര ആളായിരുന്നു കേട്ടോ, നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ പോലെ. അപ്പോൾ അങ്ങനെ പൊങ്കാലയുടെ പായസമൊക്കെ പൊങ്കാലയൊക്കെ അത് തിളച്ച് തൂകാനായിട്ട് തുടങ്ങുവാണേ. അപ്പോൾ ഇത് കിഴക്കോട്ടാണ് തൂകുന്നത്. അപ്പോൾ അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊങ്കാലയെല്ലാം ഇട്ട് സെറ്റായി. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം അങ്ങനെ വലിയ ഇതായിട്ട് പൊങ്കാലയുടെ നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഓർത്ത് ഈ പ്രാവശ്യം പൊങ്കാലയൊന്നും ഇല്ലെന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞവരൊക്കെ വന്ന് പൊങ്കാലയൊക്കെ ഇട്ടു. അങ്ങനെ ഈസ്റ്റർ ആയിക്കൊണ്ട് ഇന്ന് രാവിലെ അമ്പലത്തിലോട്ട് പോയി പൊങ്കാലയിടലും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ രാവിലെ ഈസ്റ്ററിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. അപ്പോൾ എന്നാണ് ഇന്ന് അമ്പലത്തിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് ഈസ്റ്ററൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊങ്കാലയെല്ലാം ഇട്ട് നേരമൊക്കെ വെളുക്കാറായി കേട്ടോ. അപ്പോൾ അതെല്ലാം തിളച്ചെല്ലാം തൂക്കി ഇനി തീർത്ഥമൊക്കെ തിളച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ വീട്ടിലോട്ട് പോരാൻ പറ്റുന്നത്. അപ്പോൾ വെട്ടമൊക്കെ വീഴുമ്പോഴത്തേക്ക് എല്ലാവരും ഇട്ട് കഴിഞ്ഞു. അച്ചു ആണെങ്കിൽ കണ്ണെല്ലാം ചുമന്ന് കലങ്ങിയിരിക്കുകയാണ് കേട്ടോ, പുകയെല്ലാം കൊണ്ട് അടിച്ച്. അപ്പം അച്ചു ഇടുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ 2 പേരും ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും ഇട്ട്. അപ്പോൾ സെറ്റൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. വേറെ ആഴ്ച സെറ്റൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോൾ അതേപോലെ വിഷുവിൻ്റെ ഒക്കെ ഇതായതുകൊണ്ട് ആ ഒരു ഇതിൽ സെറ്റും ഒക്കെ കൊടുത്തു പോയി. പക്ഷേ ഈ പ്രാവശ്യം എന്ന് സെറ്റൊന്നും എടുക്കേണ്ടതൊന്നുമില്ല. ഒന്നാമത് തലേദിവസം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. രാത്രിയിലെല്ലാം ഭയങ്കര മഴയായിരുന്നു. ഇവിടെ എല്ലാം അങ്ങ് നനഞ്ഞ് കുതിർന്ന് കിടക്കുവാണ്. ഒരു വല്ലാത്തൊരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. അപ്പോൾ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിലേക്ക് പോരാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. എല്ലാം എടുത്തൊക്കെ വെക്കുവാണ്. സാധനങ്ങളൊക്കെ നമ്മൾ മിച്ചം വരുന്നതൊക്കെ അവിടെ അമ്പലത്തിൽ തന്നെ കൊടുക്കും. ബാക്കിയെല്ലാം നമ്മൾ പൈസ എല്ലാം ഇട്ട് വീട്ടിലോട്ട് വരും. അങ്ങനെ വീട്ടിൽ വന്ന് തദ്ദേശീയമായിട്ട് പെട്ടെന്ന് നമ്മുടെ ഈസ്റ്റർ ആയിക്കൊണ്ട് അപ്പവും ബീഫും ഒക്കെ റെഡിയാക്കി കേട്ടോ. പെട്ടെന്ന് വന്ന് കഴിഞ്ഞ് ഒരു 7:30 ആയപ്പോഴത്തേക്കാണ് അടുക്കളയോട്ട് കയറിയത്. എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലും ഈ കൂടെ അങ്ങ് നടന്നു പോയി കേട്ടോ. അപ്പോൾ രാവിലെ അപ്പം ബീഫ് കറിയൊക്കെ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് നല്ല ക്ഷീണമാണ്. ഇതെല്ലാം കഴിച്ച് കഴിയുക, കയറിക്കിടന്ന് ഉറങ്ങുക. ചേട്ടനൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഉറക്കം തന്നെ ഉറക്കം. എല്ലാവരും ഉറങ്ങുക. പായസം ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഈസ്റ്റർ ആയിക്കൊണ്ട് ഇനി വേറെ ഒരു സ്പെഷ്യലും ഇല്ല. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയല്ലോ. അതുപോലെ രാത്രി എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആകുമ്പോണ്ടല്ലോ, പൊതുവേ എനിക്ക് നേരം വെളുത്തുന്ന ഒരു 10 പ്രാവശ്യം സമയം അലാറം വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 10 പ്രാവശ്യം ഉണർന്നണമെന്ന് നോക്കും. അതുകൊണ്ട് ഉറക്കവും ശരിയാകില്ല. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നീ കിടന്നുറങ്ങട്ടെ. അപ്പോൾ അച്ഛന് വേണ്ടിയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും അപ്പോൾ ഒക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പൊങ്കാല പായസം ഇതാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് 2 കലത്തിലേയും കൂടെ പായസം ഒരു പാത്രത്തിലോട്ടാക്കി. കുറച്ചും കൂടെ പാല് ചേർക്കണമായിരുന്നു. അങ്ങനെ പാലും എല്ലാം ചേർത്തെല്ലാം സെറ്റാക്കി ഇനി എല്ലാവർക്കൊക്കെ കൊടുക്കുകയാണ്. ആദ്യമേ കുടുംബത്തോടൊക്കെ കൊടുത്തു വിടണം. അപ്പം അനിയത്തി ഇടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് പായസം കൊടുത്തു വിടണം. പിന്നെ ദീപാച്ചിരി എടുത്ത് കൊടുക്കണം. അങ്ങനെ അച്ചുവും കണ്ണനും കൂടെ അവിടേക്ക് പായസമൊക്കെ കൊണ്ടുനടക്കുന്നത്. പിന്നെ ഇവിടെ ചുറ്റുവട്ടത്ത് കുറച്ച് സ്ഥലത്ത് വീടുകളിലൊക്കെ കൊടുക്കണം. അതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. ഇങ്ങനൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഇന്ന് വീഡിയോയിൽ ടിപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് സെറ്റാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം.